എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 65, 66 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തം തന്നെയാണുള്ളത്. അടുത്തതായിട്ട് ശരത്കാലം കഴിഞ്ഞു, പിന്നെ ഹേമന്തത്തിൻ്റെ വരവാണ്. ആ ഹേമന്ത ഋതുവിനെ പറ്റിയിട്ടാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 65ാമത്തെ ശ്ലോകം നോക്കാം. ഇതി നിർവിശതി ത്രിലോകനാഥേ ഹൃദയാനന്ദകരീം ശരദ്വിഭൂതിം തുഹിനർത്തുരധേർഷ്യയേവ തസ്ഥൗ സ്വഗുണാവിഷ്കൃതി തത്പരസ്തദഗ്രേ. ആദ്യം പദച്ഛേദം പറയാം. ഇതി നിർവിശതി ത്രിലോകനാഥേ ഹൃദയാനന്ദകരീം ശരദ്വിഭൂതിം തുഹിനർത്തു അധ ഈർഷ്യയാ ഇവ തസ്ഥൗ സ്വഗുണാവിഷ്കൃതി തത്പര തത് അഗ്രേ. അതൊരുമിച്ച് പറയണം. തദഗ്രേ. തദഗ്രേ എന്ന് പറഞ്ഞാൽ തസ്യ അഗ്രേ, ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ എന്നർത്ഥം. അപ്പോൾ എന്താണ് പറയണത് എന്നാണെങ്കിൽ, ഇപ്രകാരമൊക്കെ ത്രിലോകനാഥൻ ശരത്കാലത്തെ നല്ലവണ്ണം ആസ്വദിച്ചപ്പോൾ, അതാണ് ആദ്യത്തെ വരിയിൽ പറയണത്. ഇതി ഇപ്രകാരം മുൻപ് പറഞ്ഞതായിട്ടുള്ള ആ ശ്ലോകങ്ങളിലൊക്കെ എങ്ങനെയാണോ ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും ശരത്കാലത്തെ കണ്ടത്, ആ കാലത്ത് എങ്ങനെയാണ് സുഖകരമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കണ്ടിട്ട് അതൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞു. അതാണ് പറയണത്. ഇതി ഇപ്രകാരമൊക്കെ ത്രിലോകനാഥേ കൃഷ്ണേ, ത്രിലോകത്തിനും നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഹൃദയാനന്ദകരീം ശരദ്വിഭൂതിം നിർവിശതി സതി. ഹൃദയാനന്ദകരി. ഹൃദയാനന്ദകരി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ഏറ്റവും സുഖം നൽകിയവളായ ഒരു പെൺകുട്ടിയെ പോലെ വർണ്ണിക്കുകയാണ് ശരത്കാലത്തിന്. ഹൃദയത്തിന് ഏറ്റവും സന്തോഷം നൽകിയ ശരത്തിനെ, അല്ലെങ്കിൽ ശരത്കാലത്തിൻ്റെ ഐശ്വര്യത്തിനെ, വിഭൂതി അതും സ്ത്രീലിംഗത്തിലാണ്. അതാണ് രണ്ടും, ആനന്ദകരിയും ശരത് വിഭൂതിയും. ശരത്ത് എന്നുള്ള പദവും വിഭൂതി എന്നുള്ള പദവും സ്ത്രീലിംഗമാണ്. അപ്പോൾ ശരത്തിനെ, എങ്ങനെയുള്ള ശരത്തിൻ്റെ ഐശ്വര്യത്തെ, ശരത്തിൻ്റെ ശ്രീയെ, ശരത് ശ്രീയെ വേണ്ടുവോളം ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ, അത് സതിസപ്തമിയിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. നല്ലവണ്ണം ആനന്ദിച്ചു ശരത്കാലത്തൊക്കെ. അപ്പോഴാണ് പെട്ടെന്ന് ഹേമന്തകാലം അവിടേക്ക് വന്നത്. ഹേമന്തകാലത്തിൻ്റെ വരവിനെ പറ്റിയിട്ട് കവി വളരെ ഭംഗിയായിട്ട് പറയുകയാണ്. തുഹിനർത്തു അധ ഈർഷ്യയാ ഇവ. അധ അനന്തരം, ശരത്കാലത്തിനു ശേഷം തുഹിന ഋതുവാകട്ടെ, ഹേമന്തകാലമാകട്ടെ, കഠിനമായിട്ടുള്ള മഞ്ഞായിട്ടില്ല, അതിന് തൊട്ട് മുമ്പുള്ള കാലമാണ് തുഹിനം അഥവാ ഹേമന്തം. ഹേമന്ത ഋതുവാകട്ടെ ഈർഷ്യയാ ഇവ. ഈർഷ്യയ എന്ന് പറഞ്ഞാൽ ഈർഷ്യ കൊണ്ടെന്ന പോലെ. ഈർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു അസഹിഷ്ണുതയാണ്, ദേഷ്യത്തോടു കൂടിയിട്ടുള്ളൊരു അസഹിഷ്ണുത. ഇത്രയ്ക്കധികമൊക്കെ ചെയ്തു കൊടുക്കാനുണ്ടോ കൃഷ്ണന്, ശരത്കാലത്തിന് ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളതായ ഒരു അസ്വസ്ഥത, ഒരു അസഹിഷ്ണുത, അതും പ്രകടിപ്പിച്ചുകൊണ്ട് സ്വഗുണാവിഷ്കൃതി തത്പര. സ്വഗുണാവിഷ്കൃതി തത്പര, അതൊറ്റ വാക്കാണ്. സ്വന്തം ഗുണങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഇനി ഞാൻ കാണിച്ചു തരാം, എനിക്കും പല കഴിവുകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തദഗ്രേ തസ്ഥൗ. തദഗ്രേ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ പോയിട്ട് അങ്ങോട്ട് നിന്നു. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ ഒരാളുടെ വരവ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റാൾ ചെന്ന് അയാളെ ഉന്തി മാറ്റിയിട്ട് ഞാനാവാ ഇനി ബാക്കിയൊക്കെ ചെയ്യുക എന്നുള്ള പോലെ കയറി നിൽക്കണ ഒരു പ്രതീതിയാണ് ഇവിടെ ഋതുക്കൾ തമ്മിലുണ്ടായത് എന്ന പോലെയാണ് സുകുമാരകവി വർണ്ണിക്കുന്നത്. ശരത്കാലത്ത് ഭഗവാന്റെ ആ സുഖകരമായിട്ടുള്ള ജീവിതം കണ്ട് ആകെ കൂടി അസൂയ വന്ന് കുശുമ്പ് വന്നവനായിട്ടുള്ള ഹേമന്ത ഋതു പെട്ടെന്ന് ഓടിക്കയറി വന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് വന്നു നിന്നു. എന്നിട്ട് ഇനി ഞാനാവാം, നിന്നെ കൊണ്ട് പറ്റാത്ത പലതും എനിക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ള ആ ഒരു മട്ടോട് കൂടിയിട്ട്, ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് നിന്നു. ത്രിലോകനാഥനെ ഇനി ഞാൻ ആനന്ദിപ്പിക്കാം, നിന്നെ കൊണ്ട് പറ്റാത്ത പലതും എനിക്ക് പറ്റും എന്ന് ശരത്കാലത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെയായി എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് പെട്ടെന്ന് കയറി വന്നതായിട്ടും ദേഷ്യം വന്നതായിട്ടും ഒക്കെ കവി വർണ്ണിച്ചത്. സ്വഗുണ ആവിഷ്കൃതി, സ്വന്തം ഗുണങ്ങളെ മുഴുവനും ആവിഷ്കരിച്ചുകൊണ്ട് ഇനി ഇതൊക്കെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതിലൊക്കെ കുറേ അധികം ശരത്കാലത്തിൻ്റെ ആ ഒരു ആനന്ദത്തേക്കാൾ കൂടുതൽ കാണാനായിട്ടും ആനന്ദിക്കാനായിട്ടും ഇവിടെ ഉണ്ട് എന്ന് പൊങ്ങച്ചം കാണിക്കുന്നത് പോലെ അവരവരുടെ കഴിവുകൾ തെളിയിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു അഹങ്കാരിയായി നിൽക്കുന്നത് പോലെയാണ് ഹേമന്ത ഋതു ഭഗവാന്റെ മുമ്പിലേക്ക് ഓടിക്കയറി വന്നതത്രേ. നമുക്ക് 66ാമത്തെ ശ്ലോകം കൂടി നോക്കാം.
ദിവസേപ്യനിരൂപണീയ രൂപ മണിമഞ്ജീരരവാനുമേയ യാത്ര വിശിഖാസു ഹിമാവൃതാസു ജഗ്മുർദയിതാനാം അഭിസാരികാ സമീപം. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ആദ്യം പറയാം. ദിവസേ അഭി അനിരൂപണീയ രൂപ മണിമഞ്ജീരരവാനുമേയ യാത്ര വിശിഖാസു ഹിമാവൃതാസു ജഗ്മുഃ ദയിതാനാം അഭിസാരികാ സമീപം. ഇവിടെ ഹേമന്തം വന്നു ചേർന്നതിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് പറയണത്. ഇനി ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തോട് കൂടിയിട്ട് ഹേമന്ത ഋതു വർണ്ണനയാണ്. ഹേമന്തം വന്നു എന്ന് പറഞ്ഞു. ഇനി 5-6 ശ്ലോകങ്ങളെ കൊണ്ട് ഹേമന്ത ഋതുവിൻ്റെ വർണ്ണനയാണ് പറയണത്. ഹേമന്തകാലത്ത് എല്ലായിടത്തും മഞ്ഞു വീഴ്ച തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നല്ല ശൈത്യത്തിൽ മഞ്ഞ് ഉറഞ്ഞു കിടക്കും, അനക്കാതെ ഒരു അനക്കവും ഇല്ലാതെ അങ്ങനെ കിടക്കും. അപ്പോൾ മഞ്ഞ് ആദ്യം വീഴണ കാലമാണ് ഹേമന്തം. ഹേമന്തകാലത്ത് എന്താണ് ഉണ്ടായത്? വിശിഖാസു ഹിമാവൃതാസു, വിശിഖങ്ങൾ ഹിമാവൃതങ്ങളായപ്പോൾ. വിശിഖ എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴികളാണ്. രഥ്യാ പ്രതോലി വിശിഖ എന്നാണ് അമരകോശം പറയണത്. ചെറിയ ചെറിയ വഴികൾ, വലിയ വഴികളൊന്നുമല്ല, കഷ്ടിച്ച രഥമൊക്കെ കടന്നു പോകാൻ പറ്റുന്ന അത്രയ്ക്ക് വീതിയുള്ളതായിട്ടുള്ള വഴികൾ. മഹാവീഥികളോ പാതകളൊന്നുമല്ല, ചെറിയ വഴികൾ. ആ വഴികളിലൊക്കെ തന്നെ എന്ത് സംഭവിച്ചു? ഹിമാവൃതാസു, മഞ്ഞു മൂടി തുടങ്ങി. മഞ്ഞു വീണ് 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 ഇങ്ങനെ വഴിയൊക്കെ മൂടി കിടക്കാൻ തുടങ്ങി. അതാണ് വിശിഖാസു ഹിമാവൃതാസു. അങ്ങനെ മഞ്ഞ് വീഴാൻ തുടങ്ങുമ്പോൾ പൊതുവെ ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങില്ല. മഞ്ഞ് വീണിട്ടുള്ള അസ്വസ്ഥതകൾ, വയ്യായികകളൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. വരാൻ പോണ ശ്ലോകങ്ങളിൽ അതിനെ പറ്റിയിട്ടൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. മഞ്ഞുകാലത്ത് ആരും പുറത്തിറങ്ങണില്ല എന്നുള്ളതൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ആൾക്കാർ പുറത്തേക്കുള്ള ഇറങ്ങൽ കുറച്ചു. അപ്പോൾ അത് വേറൊരു കൂട്ടർക്ക് വലിയ സൗകര്യമായി. അതാർക്കായിരുന്നു എന്ന് പറയാണ്? അഭിസാരികമാർ. അഭിസാരികമാർക്ക് ഈ വഴിയിൽ മുഴുവനും മഞ്ഞു വീണതും ബാക്കി ആരും പുറത്തേക്ക് ഇറങ്ങാതിരുന്നതുമൊക്കെ വലിയൊരു സഹായമായി. അപ്പോൾ അവരെന്താ ചെയ്തത് എന്ന് ഇവിടെ പറയാണ്. വിശിഖാസു ഹിമാവൃതാസു, വഴികളിലൊക്കെ മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അഭിസാരികാഹ, അഭിസാരികമാർ ദിവസേ അഭി, പകൽ പോലും. അഭിസാരികമാരെന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാന്തന്മാരുടെ അടുത്തേക്ക് പോണവരെയാണ് അഭിസാരിക എന്ന് പറയുക. കാന്താർത്ഥിനി തു യാ യാതി സങ്കേതം സാഭിസാരിക. ആരാണോ കാന്തൻ്റെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് കാന്തനെ പ്രാപിക്കുന്നത് അവളെയാണ് അഭിസാരിക എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള പെൺകുട്ടികളൊക്കെ രാത്രിയാണ് കാന്തന്മാരുടെ ഗൃഹത്തിലേക്കൊക്കെ പോവാറ് പതിവ്. പക്ഷേ മഞ്ഞുകാലം തുടങ്ങിയതിന് ശേഷം മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ കുറേശ്ശെ പകലും പോവാൻ തുടങ്ങി എന്നാണ് കവി വർണ്ണിക്കുന്നത്. ദിവസേ അഭി, പകൽ പോലും ഈ അഭിസാരികമാർ കാന്തന്മാരുടെ ഗൃഹങ്ങളിലേക്ക് പോവാൻ തുടങ്ങി. അതുകൊണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ പോവാൻ തുടങ്ങിയതിന് കാരണം എന്താണ് എന്ന് ഇവിടെ പറയാണ്. അനിരൂപണീയ രൂപ മണിമഞ്ജീര രവാനുമേയ യാത്ര അഭിസാരികാഹ. അനിരൂപണീയ രൂപ, മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തു കൂടെ ഒരാൾ നടന്നു പോയാൽ ആരാണതെന്ന് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് അനിരൂപണീയ രൂപ. രൂപം നിരൂപണം ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ആ സമയത്ത് അതാരാണ് കടന്നു പോണതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ, അത് ആണാവാം പെണ്ണാവാം വഴിയാത്രക്കാരാവാം ആരുമാവാം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അവരെ ശ്രദ്ധിക്കില്ല. ആ ഒരു മറ ഉള്ളത് കൊണ്ട്, മഞ്ഞിൻ്റെ ഒരു ചെറിയ മറ ഉള്ളത് കൊണ്ട് ആരാണ് പോണത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ആ കാരണം കൊണ്ടും, പിന്നൊന്ന് മണിമഞ്ജീര രവാനുമേയ യാത്ര. പിന്നെ അവരെ ആൾക്കാർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണിമഞ്ജീരങ്ങളുടെ രവം കൊണ്ട്. മണിമഞ്ജീരങ്ങളെന്ന് പറഞ്ഞാൽ നിറയെ മുത്തുമണികൾ പിടിപ്പിച്ചതായിട്ടുള്ള പാദസരങ്ങൾ. ആ പാദസരങ്ങളുടെ കിലുക്കം കൊണ്ട് മാത്രം അനുമിക്കപ്പെടുന്ന യാത്രയോടുകൂടിയവർ, അതായത് നല്ലവണ്ണം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിലുക്കി കിലുക്കി നടക്കുന്നത് പൊതുവെ അഭിസാരികമാരാണ് എന്ന് കണക്കാക്കും. അത്രമാത്രമേ ഉള്ളൂ, അല്ലാതെ അവരെ കാണാനൊന്നും പറ്റില്ല. ഈ അഭിസാരികമാരിൽ തന്നെ ആരാണ് പോണത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും ആരെയും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ അഭിസാരികമാർ പകൽ പോലും ദിവസേ അഭി ദയിതാനാം സമീപം ജഗ്മു,
ദൈതാനാം, ദൈതൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥമാണുള്ളത്. ഇവിടെ അഭിസാരികമാർക്ക് ഭർത്താക്കന്മാരൊന്നുമില്ല, അവർക്ക് താൽക്കാലികമായിട്ടുള്ള കാന്തന്മാരേ ഉള്ളൂ. അല്ലെങ്കിൽ ചിരകാലമായിട്ടുള്ള ഒരാളോട് അടുപ്പുണ്ടെങ്കിലും അവരെ വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാന്തന്മാരുടെ സമീപത്തേക്ക് അവർ പകൽ പോലും പോയി. ജഗ്മു എന്ന ബഹുവചനക്രിയ. അഭിസാരികമാർ പകലും അവരുടെ കൃത്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്മാരുടെ അടുത്തേക്ക് അവർ പോയിക്കൊണ്ടിരുന്നു. മറ്റത് രാത്രി മാത്രമേ പോവാറുള്ളൂ, നിലാവുള്ളപ്പോൾ പോവാറില്ല, പകൽ ഒട്ടും പോവാറില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മഞ്ഞു വീഴ്ച കാരണം എല്ലാം തടഞ്ഞു നിർത്തി. വെയിലോ വെളിച്ചമോ ഒന്നും ഇല്ലാത്തത് കാരണം അവർക്ക് പകലും നിർബാധമായിട്ട് നടക്കാൻ പറ്റി എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. മഞ്ഞുകാലത്തെ വർണ്ണിക്കുന്നതായിട്ടുള്ള 2 ശ്ലോകങ്ങൾ നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇതി നിർവിശതി ത്രിലോകനാഥേ ഹൃദയാനന്ദകരീം ശരദ്വിഭൂതിം തുഹിനർത്തുരഥേർഷ്യയേവ തസ്ഥൗ സ്വഗുണാവിഷ്കൃതി തത്പരസ്തദഗ്രേ ദിവസേപ്യനിരൂപണീയരൂപ മണിമഞ്ജീരരവാനുമേയയാത്ര വിശിഖാസു ഹിമാവൃതാസു ജഗ്മുർദയിതാനാം അഭിസാരികാ സമീപം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.